ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 48ാമത്തെ സർഗം. ബ്രഹ്മാസ്ത്രത്താൽ ഹനുമാനെ ബന്ധിക്കുന്നത്. തതസാ രക്ഷോധിപതിർമഹാത്മാ ഹനുമദാക്ഷേ നിഹതേ കുമാരേ മനസ്സമാദായ തദേന്ദ്രകൽപ്പം സമാധിദേശേന്ദ്രജിതം സരോഷം. ഹനുമാൻ അക്ഷകുമാരനെ വധിച്ച വിവരമറിഞ്ഞ് മഹാത്മാവായ രാക്ഷസരാജൻ മനസ്സിനെ ഒരുവിധം നിയന്ത്രിച്ച് സമാശ്വസിച്ചു. പിന്നീട് ഇന്ദ്രതുല്യനും കോപിഷ്ഠനുമായ ഇന്ദ്രജിത്തിനോട് അദ്ദേഹം ഇപ്രകാരം ആജ്ഞാപിച്ചു: ത്വമസ്ത്രവിച്ചസ്ത്രഭൃതാം വരിഷ്ഠ സുരാസുരാണാമഭിശോകദാത സുരേഷു സേന്ദ്രേഷു ചതുഷ്ടകർമ്മ പിതാമഹാരാധന സഞ്ചിതാസ്ത്ര. നീ അസ്ത്രജ്ഞനും ആയുധധാരകളിൽ വരിഷ്ഠനും ദേവാസുരന്മാർക്കും കൂടി ദുഃഖമുണ്ടാക്കുന്നവനും ഇന്ദ്രനടക്കമുള്ള ദേവന്മാർക്ക് സ്വപരാക്രമം പ്രകടമാക്കി കൊടുത്തവനും ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് ദിവ്യാസ്ത്രങ്ങൾ വാങ്ങിയവനും ആണ്. തവാസ്ത്ര ബലമാസാദ്യാനാസുരാനമരുൾഗണ നശേകോ സമരേസ്താതും സുരേശ്വര സമാശ്രിതാഃ. യുദ്ധത്തിൽ നിന്റെ അസ്ത്രബലം നേരിടാൻ ഇന്ദ്രസഹിതരായ ദേവന്മാർക്കോ അസുരന്മാർക്കോ മരുത്തുക്കൾക്കോ ശക്തിയില്ല, സാധ്യവുമല്ല. ന കശ്ചിത്രിഷു ലോകേഷു സംയുഗേ നഗതശ്രമ ഭുജവീര്യാഭിഗുപ്തശ്ച തപസാ ചാഭിരക്ഷിത ദേശകാലപ്രധാനശ്ച ത്വമേവ മതിസത്തമ. യുദ്ധത്തിൽ നിന്നോടേറ്റ് തളർന്നു പോകാത്തവരായി മുപ്പാരിലും ആരുമില്ല. നീയാകട്ടെ തപപ്രഭാവത്താലും സ്വബാഹുബലത്താലും സുരക്ഷിതനും ദേശകാലാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നവനും സൂക്ഷ്മബുദ്ധിയോടുകൂടിയവനും ആണ്. നതേസ്തു അശക്യം സമരേഷു കർമ്മണ നതേസ്തു കാര്യം മതിപൂർവമന്ത്രണേ നസോസ്തി കശ്ചിത്രിഷു സംഗ്രഹേഷു വൈനവേദ യസ്തേസ്ത്രബലം ബലം ചതേ. സമരരംഗത്ത് കർമ്മകുശലതയാൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അതുപോലെ ബുദ്ധിപൂർവം ആലോചിച്ച് തീരുമാനമെടുക്കാനും നിനക്ക് യാതൊരു പ്രയാസവുമില്ല. നിന്റെ അസ്ത്രബലവും സാമർഥ്യവും അറിയാത്തവരായിട്ട് മുപ്പാരിലും ഒരുവനില്ല താനും. മമാനുരൂപം തപസോ ബലം ജതേ പരാക്രമശാസ്ത്രബലം ച സംയുഗേ നത്വാം സമാസാദ്യ രണാവമർദ്ദേ മനശ്രമം ഗച്ഛതി നിശ്ചിതാർത്ഥം. തപശക്തി, പരാക്രമം, യുദ്ധരംഗത്തിലെ അസ്ത്രപ്രഭമായ അസ്ത്രപ്രയോഗ വൈഭവം എന്നിവയിൽ നീ എനിക്ക് തുല്യനാണ്. യുദ്ധത്തിൽ ശത്രുവിനോട് ഏറ്റുമുട്ടുമ്പോൾ സുനിശ്ചിത വിജയനായ നിന്നെ പുത്രനായി ലഭിച്ചതിന് ശേഷം എൻ്റെ മനസ്സിന് വിഷമമോ വിഷാദമോ ഉണ്ടായിട്ടില്ല. നിഹതാ കിങ്കരാ സർവേ ജംബുമാലീജരാക്ഷസ അമാത്യപുത്രാ വീരാശ്ച പഞ്ചസേനാഗ്രനായകാഃ ബലാനി സമൃദ്ധാനി സാശ്വനാഗരദാനി ച സഹോദരസ്തേ ദയിതാ കുമാരോ അക്ഷശ്ച സുജിതഃ. മുഴുവൻ കിങ്കരന്മാരും ജംബുമാലിയും വീരന്മാരായ മന്ത്രികുമാരന്മാരും പഞ്ചസേനാധിപന്മാരും കൊല്ലപ്പെട്ടു. ചതുരംഗപ്പടയോടുകൂടിയ സൈന്യങ്ങളും നിന്റെ പ്രിയ സഹോദരൻ അക്ഷകുമാരനും പോരിൽ കാലപുരം പൂകി. നഹിദേശേവമേസാരോ യസ്ത്വയ്യരി നിഷൂദന. പരാന്തകനായ പുത്ര, എൻ്റെ പൂർണ്ണ വിശ്വാസം നിന്നിലാണ്, മറ്റുള്ളവരിൽ ഒന്നും ഇല്ല തന്നെ. ഇതം ഹി ദൃഷ്ട്വാ മതിമൻ മഹദ്ബലം കപേ പ്രഭാവം ച പരാക്രമം ച ത്വമാത്മനശ്ചാഭിസമീക്ഷ്യ സാരം കുരുഷ്യ വേഗം സ്വബലാനുരൂപം. മതിമാനെ, വാനരന്റെ മഹാബലവും പ്രഭാവവും പരാക്രമവും കണ്ടറിഞ്ഞ് നീ നിന്റെ ശക്തി വേണ്ടും വിധം പ്രയോഗിക്കുവാനുള്ള പ്രയത്നം ചെയ്താലും ബലാവമർദ്ദസ്ത്വയി സന്നികൃഷ്ടേ യഥാഗദേശാമ്യതി ശാന്തശത്രോ തഥാ സമീക്ഷ്യാത്മബലം പരം ച സമാരഭസ്വാസ്ത്രമിതാം ഭരിഷ്ഠ. അസ്ത്രപ്രജ്ഞരിൽ ശ്രേഷ്ഠനായവനെ, ആത്മബലവും ശത്രുബലവും നന്നായി ഗ്രഹിച്ച് സൈന്യനാശം സംഭവിക്കാത്ത മട്ടിൽ നീ വേണ്ടത് ചെയ്യുക. നവീരസേന ഗണശോചവന്തീന വജ്രമാദായ വിശാലസാരം മമാരുതസ്യാസ്തി ഗതി പ്രമാണം ന ചാഗ്നികൽപ്പകരണേന ഹന്തും. ഹേ വീര,
കൂട്ടക്കൊല ചെയ്യാൻ ശക്തിയുള്ളവനാണ് അവൻ. അതിനാൽ സൈന്യങ്ങൾ പ്രയോജനപ്പെടുകയില്ല. വായുവിനെ അതിശയിക്കുന്ന ഗതിവേഗമുള്ളവന്റെ നേരെ വജ്രായുധമായി എടുക്കരുത്. അഗ്നിക്ക് തുല്യം സംഹാരശക്തിയുള്ളവനെ മായാരണം, അതായത് കപടയുദ്ധം കൊണ്ടും സംഹരിക്കാൻ സാധ്യമല്ല. തമേവമർത്തം പ്രസമീച്യ സമ്യക് സ്വകർമ്മ സംയാദി സമാഹിതാത്മാ സ്മരംശ്ച ദിവ്യം ധനുഷോസ്ത്രവീര്യം പ്രജാക്ഷതം കർമ്മ സമാരഭസ്സ. ഇക്കാര്യങ്ങളെല്ലാം പര്യാലോചിച്ച് സ്വകർമ്മത്തിൽ മനസ്സുറപ്പിച്ച് ധനുർബാണങ്ങളുടെ ദിവ്യശക്തി സ്മരിച്ചുകൊണ്ട് പുറപ്പെടുക. ഹാനി വരാത്ത മട്ടിൽ കാര്യം തുടങ്ങുക, പൂർത്തിയാക്കുക. നകല്യം അതിശ്രേഷ്ഠ യത്വാം സംപ്രേഷയാമ്യഹം ഇയം ജരാജധർമാണം ശത്രസ്യാജമതിർമത. നിന്നെ പറഞ്ഞയക്കാനുള്ള ഈ നിശ്ചയം ഉചിതമല്ലെങ്കിലും ഇത് രാജധർമ്മത്തിലും രാജാവിനും അനുയോജ്യമാകുന്നു. നാനാശാസ്ത്രേഷു സംഗ്രാമേ വൈശാരദ്യമരിന്ദമ അവശ്യമേവ ബോദ്ധവ്യം കാമ്യശ്ച വിജയോരണേ. ശത്രുസംഹാരക, ശത്രു സംബന്ധമായിട്ട് വിവിധ ശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുക. എതിരാളിയെ തോൽപ്പിച്ച് വിജയം വരിക്കുക എന്നതാണ് യുദ്ധത്തിന്റെ ലക്ഷ്യം. തദപിതുസ്തദ്വദനം നിശമ്യ പ്രദക്ഷിണം ദക്ഷസുതപ്രഭാവ ചകാരവർത്താരമദീനസത്വോ രണായ വീരപ്രതിപന്ന ബുദ്ധി. ദേവതുല്യ പ്രഭാവവും ബലവാനുമായ ആ വീരൻ പിതൃവചനം കേട്ട് യുദ്ധോദ്യുക്തനായി രാജാവായ അദ്ദേഹത്തെ പ്രദർശനം ചെയ്തു. തതസ്തേ സ്വഗണേരിഷ്ടേരിന്ദ്രജിത് പ്രതിപൂജിത യുദ്ധോദ്ധത കൃതോത്സാഹ സംഗ്രാമം പ്രത്യപദ്യത. ഇഷ്ടമിത്രങ്ങളാൽ ആദരപൂർവം യാത്രയാക്കപ്പെട്ട ഇന്ദ്രജിത്ത് ഉദാരഭാവത്തോടും ഉത്സാഹത്തോടും കൂടി പോരിന് പോകാൻ നിശ്ചയിച്ചു. ശ്രീമാൻ പത്മബല സാക്ഷോ രാക്ഷസാധിപതി സുത നിർജഗാമാ മഹാതേജ സമുദ്ര ഇവ പർവസോ. താമരതല നേത്രനും ശ്രീമാനും അതിതേജസ്വിയുമായ രാക്ഷസരാജകുമാരൻ വാവദിവസങ്ങളിലെ സമുദ്രം പോലെ ജൃംഭിത വീരനായി പുറപ്പെട്ടു. സവശ്യരാജോപമതുല്യവേഗേർ വ്യാളേ ചതുർഭേ സിതതീഷ്ണദം ശ്രേഹി രഥം സമായുക്തമസംഗവേഗം സമാരുരോഹേന്ദ്രജിതീന്ദ്രകൽപ. ഗരുഡതുല്യ വേഗമുള്ള വെളുത്തു കൂർത്ത ദംഷ്ടങ്ങളോടുകൂടിയ 4 പുലികളെ പൂട്ടിക്കെട്ടിയ തടസ്സലേശമെന്യേ എങ്ങും സഞ്ചരിക്കാൻ കരുത്തുള്ള ഒരു തേരിൽ ഇന്ദ്രസമനമായ ഇന്ദ്രജിത്ത് കയറി. ശരദീധന്യനാം ശ്രേഷ്ഠ ശസ്ത്രജ്ഞോസ്ത്ര വിശാരദ രഥേനാഭിയോ ക്ഷിപ്രം ഹനുമാൻ യത്ര സോഭവത്. വില്ലാളി വീരനും അസ്ത്രശസ്ത്ര വിശാരദനും മഹാരഥനുമായ അവൻ ഹനുമാൻ ഇരിക്കുന്നിടത്തേക്ക് തേർതെളിച്ചു പോന്നു. സദച്ഛരഥ നിർഘോഷം ജാസ്വനം കാർമുകസ്യജ നിശമ്യ ഹരിവീരോസോ സംപ്രഹൃഷ്ടത്തരോഭവത്. അവന്റെ രഥഘോഷവും വില്ലിന്റെ ഞാണൊലിയും കേട്ട് കവിവീരനായ ഹനുമാൻ അത്യന്തം സന്തോഷിച്ചു. ഇന്ദ്രജിച്ഛാവമാദായ ശിതശല്യാം ച സായകാൻ ഹനുമന്തമഭിപ്രീത്യ ജഗാമാരണപണ്ഡിത. യുദ്ധവീരനായ ഇന്ദ്രജിത്ത് വില്ലും കൂർത്തുമൂർത്ത ശരങ്ങളും എടുത്ത് ഹനുമാന്റെ നേർക്ക് ചെന്നു. തസ്മിൻ സംയതിജാതഹർഷേ രണായ നിർഗച്ഛതി ബാണവാണോ നിശശ്ച സർവാകലുഷാ ബഭൂവൂർ മൃഗാശ്ച രൗദ്ര ബഹുധാ വിനേദുഹു. യുദ്ധോത്സുകനായ അവൻ അമ്പും വില്ലുമെടുത്ത് പോരിന് പുറപ്പെട്ടു പോകുമ്പോൾ ദിക്കുകളെല്ലാം ശബ്ദഘോഷങ്ങളാൽ കലുഷിതമായി. ദുഷ്ടമൃഗങ്ങൾ പലവട്ടം ഉച്ചത്തിൽ ശബ്ദിച്ചു. സമാഗതാസ്തദ്ദുനാഗയച്ഛ മഹർഷയചക്രചരാശ്ച സിദ്ധ നഭസമാവൃത്യ പക്ഷിസംഘ വിനേതുരുച്ചൈ പരമപ്രഹൃഷ്ട. നാഗങ്ങളും യക്ഷന്മാരും മഹർഷികളും ആകാശചാരികളായ സിദ്ധന്മാരും അപ്പോൾ അവിടെ എത്തിച്ചേർന്നു. പക്ഷിഗണങ്ങൾ ആകാശം മറയ്ക്കുമാറ് തിങ്ങി നിറഞ്ഞ് അത്യാഹ്ലാദപൂർവം ഉച്ചത്തിൽ ശബ്ദിച്ചു. ആയാന്തം സരദം ദൃഷ്ട്വാ തൂർണമിന്ദ്രജിതം ഗഭിഃ വിനനാദ മഹാനാദം പ്രവർദ്ധത വേഗവാൻ. തേരിലേറി അതിശീഘ്രഗതിയിൽ വരുന്ന ഇന്ദ്രജിത്തിനെ കണ്ട് കപിവീരൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. ശരീരം വളരെ വേഗത്തിൽ വലുതാക്കുകയും ചെയ്തു. ഇന്ദ്രജിത്തു രഥം ദിവ്യമാസിത ചിത്രകാർമുക ധനുർവിസ്ഫാരയാമാസ തദ്വിദോർജിത നിസ്വനം. ചിത്രകാർമുകധാരിയായ ഇന്ദ്രജിത്ത് ദിവ്യമായ രഥത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇടിവെട്ടും പോലെ ഞാണൊലിയിട്ടു.
തതസമേതാവതി തീഷ്ണവേഗോ മഹാബലോദോ രണനിർവിശങ്കോ കവിശ്ചരക്ഷോധിപതേശ്ച പുത്ര സുരാസുരേന്ദ്രമിവ ബദ്ധവൈരോ. ദേവാസുര രാജാക്കന്മാരെ പോലെ ഉള്ളവരും യുദ്ധഭയമില്ലാത്തവരും അതിബലവാന്മാരുമായ വാനരനും രാക്ഷസ രാജകുമാരനും ബദ്ധവിരോധത്തോടും ഉഗ്രകോപത്തോടും കൂടി യുദ്ധം ചെയ്തു. സദസ്യ വീരസ്യ മഹാരഥസ്യ ധനുഷ്മതസംയതി സമ്മതസ്യ ശരപ്രവേശം ബഹനത് പ്രവൃദ്ധശ്ചാരമാർഗേ പിതുരപ്രമേയ. യുദ്ധത്തിൽ ജയിച്ച് സർവസമ്മതി നേടിയവനും വില്ലാളിയും മഹാരഥനും വീരനുമായ ഇന്ദ്രജിത്തിന്റെ ശരവേഗത്തെ അലക്ഷ്യമാക്കിയ ഹനുമാൻ വളർന്ന് പിതൃമാർഗമായ ആകാശത്തിലേക്ക് കൂടുതൽ സഞ്ചരിച്ചു. തതശരാനായ തീഷ്ണശല്യാൻ സുപത്രിണക്കാഞ്ജനചിത്രപുങ്കാൻ മുമോജ വീരപ്പരവീരഹന്ത സുസന്നതാൻ വജ്രനിപാതവേഗാൻ. സ്വർണം കെട്ടി മോടി പിടിപ്പിച്ച തൂവലറ്റങ്ങളോടുകൂടിയ വജ്രവേഗതയാർന്ന നല്ല തൂവലുകൾ കെട്ടിയ സുസജ്ജങ്ങളായ ബാണങ്ങളെ ശത്രുഹന്താവായ വീരൻ ഹനുമാനെ ലക്ഷ്യമാക്കി എയ്തുവിട്ടു. സദസ്യതത് സന്തനനിസ്വനം ച മൃദംഗവേരീ പടഹസ്വനം ച വികൃഷ്യമാണസ്യ ജഗാർമുഖസ്യ നിശമ്യഘോഷം പുനരുൽപദാത. ഹനുമാൻ ഇന്ദ്രജിത്തിന്റെ തേരൊച്ചയും മൃദംഗവേരി പടഹാദികളുടെ ഘോഷവും എയ്തുവിടുന്ന വില്ലിന്റെ ഹുങ്കാരധ്വനിയും കേട്ട് പിന്നെയും മേൽപോട്ട് കുതിച്ചു. ശരാണാമന്തരേഷു അശു വ്യവർത്തത മഹാകവിഃ ഹരിസ്തസ്യാഭിലക്ഷ്യസ്യ മോഹയൻ ലക്ഷ്യസംഗ്രഹം. ലക്ഷ്യത്തിൽ എയ്തുകൊള്ളിക്കുവാൻ വിദഗ്ധനായ ഇന്ദ്രജിത്ത് അയച്ച അമ്പുകളെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ആ ബാണങ്ങൾക്കിടയിലൂടെ ഹനുമാൻ അതിവേഗം ചുറ്റി നടന്നു. ശരാണാമഗ്രതസ്യ പുനഃസമ്മവിവർത്തത പ്രസാരി ഹസ്തോ ഹനുമാൻ പുഷ്പപാധാനിലാത്മജ. വായുപുത്രൻ ആ ബാണങ്ങൾക്ക് മുന്നിൽ ചെന്നു നിന്ന് കൈപരത്തി അവയെല്ലാം തട്ടിമാറ്റി അവിടെ നിന്നും കുതിച്ചു. താവുപോ വേഗസമ്പന്നോ രണകർമ്മ വിശാരദോ സർവഭൂത മനോഗ്രാഹി ചക്രതുര്യദ്ദമത്ഭുതം. താവുപോ വേഗസമ്പന്നോ രണകർമ്മ വിശാരദോ സർവഭൂത മനോഗ്രാഹി ചക്രതുര്യുദ്ധമത്ഭുതം. ശീഘ്രഗതികളും യുദ്ധവിദഗ്ധരുമായ അവരിരുവരും സർവപ്രാണികളുടെയും മനസ്സിനെ ആകർഷിക്കും വിധം അത്ഭുതകരമായി അടലാടി. അനുമതോ വേദന രാക്ഷസോന്തരം നമാരുദിത്തസ്യ മഹാത്മനോന്തരം പരസ്പരം നിർവിശഹൗ ബഭൂവതു സമേത്യതൗ ദേവസമാന വിക്രമോ. രാക്ഷസൻ ഹനുമാന്റെ രാക്ഷസന്റെയും ശരീരത്തിൽ അമ്പയക്കാനും പ്രഹരിക്കാനും പഴുതൊന്നും കണ്ടില്ല. ദേവതുല്യ പരാക്രമികളായ അവർ തമ്മിൽ ഏറ്റുമുട്ടിയെങ്കിലും രണ്ടുപേർക്കും അത് അസഹ്യമായി തീർന്നു. തതസ്തു ലക്ഷ്യ സവിഹന്യമാനേ ശരേഷമോഘേഷു ജസംപദസ്തോ ജഗാമചിന്താ മഹതിം മഹാത്മാ സമാധി സംയോഗ സമാഹിതാത്മാ. ലക്ഷ്യവേദിയായിട്ട് അമ്പയക്കുന്നതിൽ വമ്പനായ മഹാത്മാവ് തന്റെ ലക്ഷ്യം തെറ്റുകയും ബാണങ്ങൾ നിഷ്ഫലമായി വീഴുകയും ചെയ്യുന്നത് കണ്ട് ഗാഢമായ ചിന്തയിലാണ്ടു. തതോമതിം രാക്ഷസരാജസൂനോ ചകാരതസ്മിൻ ഹരിവീരമുഖ്യേ അവദ്യതാം തസ്യ കപേ സമീക്ഷ്യ കഥം നിഗച്ഛേദിതി നിഗ്രഹാർത്ഥം. ആ കവിവീരൻ അവധ്യനാണ് എന്ന് മനസ്സിലാക്കിയ രാക്ഷസരാജപുത്രൻ അവനെ എങ്ങനെ കീഴടക്കി പിടിക്കാം എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി. തതപ്പൈതാമഹം വീരസോസ്ത്രമസ്ത്ര വിശാരദ സന്തതേസു മഹാതേജ അസ്ത്രം ഹരിപ്രവരം പതി. അസ്ത്രവിദ്യാ വിശാരദനും തേജസ്വിയുമായ ആ വീരൻ വാനരന്റെ നേർക്ക് അപ്പോൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അവദ്യോയമിതി ജ്ഞാത്വാ തമസ്ത്രേണാസ്ത്രദത്വവിദ് നിജഗ്രാഹ മഹാബാഹൂർ മാരുതാത്മജമിന്ദ്രജിത്ത്. ധനുവേദതത്വജ്ഞനും മഹാപരാക്രമിയുമായ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാൻ അവധ്യനാണ് എന്നറിഞ്ഞ് ആ അസ്ത്രത്താൽ തന്നെ അവനെ ബന്ധിച്ചു. തേന ബന്ധസ്തോസ്ത്രേണ രാക്ഷസേന ജവാനര അപവന്നിർവിജേഷ്ടശ്ച പപാദാച മഹീതലേ. ഇന്ദ്രജിത്തിന്റെ അസ്ത്രത്താൽ കെട്ടപ്പെട്ട വാനരൻ നിശ്ചേഷ്ടനായിട്ട് നിലത്തു വീണു.
തതോദബുദ്ധ്വാ സതതസ്ത്രബന്ധം പ്രഭോ പ്രഭാവ വിഗതാത്മവേഗ പിതാമഹാനുഗ്രഹമാത്മനശ്ച വിചിന്തയാമാസ ഹരിപ്രവീര. ബ്രഹ്മാവിന്റെ പ്രഭാവത്താൽ തൻ്റെ വേഗം കുറഞ്ഞതായും താൻ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ടതായും അറിഞ്ഞ ആ വാനരവീരൻ തനിക്ക് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്തെ ഓർമ്മിച്ചു. ഹനുമാന് ബ്രഹ്മാവ് നൽകിയ വരം കിഷ്കിന്ധാകാന്ഡം 66-ാമത്തെ സർഗത്തില് പ്രസാദിതേജ പവനെ ബ്രഹ്മാതുഭ്യം വരം ദദോ അശസ്ത്രവദ്യതാം താത സമരേ തത്യവിക്രമ. യുദ്ധത്തിൽ ശസ്ത്രം കൊണ്ട് ആർക്കും വധിക്കാൻ കഴിയാത്ത സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തതസ്വായംഭുവേർമന്ത്രേ ബ്രഹ്മാസ്ത്രം അഭിമന്ത്രിതം ഹനുമാൻ ചിന്തയാമാസ പരദാനം പിതാമഹാത്. രാമമന്ത്രജപത്താൽ സിദ്ധി വരുത്തി പ്രയോഗിച്ചിട്ടുള്ള ബ്രഹ്മാസ്ത്രമാണ് തൻ്റെ നേർക്കയച്ചത് എന്നറിഞ്ഞ ഹനുമാൻ തനിക്ക് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വരദാനത്തെക്കുറിച്ച് ചിന്തിച്ചു. ശ്രീ ഹനുമാന്റെ ബാല്യകാലത്തെ വീരസാഹസിക ലീലകൾ കണ്ട് സന്തോഷിച്ച ദേവന്മാര് ബ്രഹ്മാവിന്റെ ആജ്ഞാനുസാരം അദ്ദേഹത്തിന് വിവിധ വരങ്ങൾ നൽകി. വജ്രായുധത്താൽ മരണം സംഭവിക്കുക ഇല്ലെന്ന് ഇന്ദ്രനും, പാശത്താൽ മരണമില്ലെന്ന് വരുണനും, കാലദണ്ഡത്താൽ നാശമില്ലെന്ന് യമനും, പാശുപതാസ്ത്രത്താൽ മരണമുണ്ടാവില്ലെന്ന് ശിവനും, എല്ലാ വിദ്യകളും അഭ്യസിപ്പിക്കാം എന്ന് സൂര്യനും, താൻ സൃഷ്ടിച്ച ആയുധങ്ങൾ കൊണ്ട് നാശമില്ലെന്ന് വിശ്വകർമാവും, മഹർഷികളുടെ ശാപം ഏൽക്കില്ലെന്നും മറ്റൊരായുധം കൊണ്ടും നാശമുണ്ടാവില്ല എന്നും ചിരഞ്ജീവിയായിരിക്കുമെന്നും ബ്രഹ്മാവും ഹനുമാനെ അനുഗ്രഹിച്ച് വരങ്ങൾ നൽകി. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ ഒരു മുഹൂർത്തകാലം അതിന് വഴങ്ങിക്കൊടുക്കണമെന്നും അതിനാൽ ഒരു കഷ്ടവും വരുന്നതല്ലെന്നും ബ്രഹ്മാവ് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ഓർമ്മിച്ചാണ് ഹനുമാൻ ഇന്ദ്രിയത്തിൽ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തിന് കീഴടങ്ങിയത്. നമേസ്തബദ്ധസ്യ ച ശക്തിരസ്തി വിമോക്ഷണേ ലോകഗുരു പ്രഭാവാത് ഇത്യേവമത്വാ വീതോസ്ത്രബന്ധോ മയാത്മയോനിരനുവർത്തിതവ്യ. ലോകഗുരുവായ ബ്രഹ്മാവിന്റെ പ്രഭാവം നിറഞ്ഞ ഈ അസ്ത്രത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ലെന്ന് കരുതിയാണ് ഇവൻ ഇത് എൻ്റെ നേർക്ക് അയച്ചിരിക്കുന്നത്. അതിനാൽ ബ്രഹ്മാസ്ത്ര പ്രഭാവം ആദരിച്ച് അതിന് വഴങ്ങുക തന്നെ വേണം. സവീര്യമസ്ത്രസ്യ കവിർവിചാര്യ പിതാമഹാനുഗ്രഹമാത്മനശ്ച വിമോക്ഷശക്തിം പരിചിന്തയിത്വാ പിതാമഹാജ്ഞാമനുവർത്തതേ സ്മ. അസ്ത്രവീര്യനും തനിക്ക് ലഭിച്ചിട്ടുള്ള പിതാമഹ അനുഗ്രഹവും അതിൽ നിന്ന് മോചനം നേടാനുള്ള കഴിവും ഓർത്തുകൊണ്ട് ഹനുമാൻ ബ്രഹ്മാസ്ത്ര പ്രഭാവത്തിന് കീഴടങ്ങി കൊടുത്തു. അസ്ത്രേണാവിഹിബന്ധസ്യ ഭയം മമനജായതേ പിതാമഹ മഹേന്ദ്രാഭ്യാം യക്ഷിതസ്യാനിലേനജ. ബ്രഹ്മാസ്ത്രബന്ധനാണെങ്കിലും ബ്രഹ്മാവ്, ഇന്ദ്രൻ, വായു എന്നിവരുടെ അനുഗ്രഹത്താൽ സുരക്ഷിതതായ എനിക്ക് ഭയമേ തോന്നുന്നില്ല. ഗ്രഹണേജാഭിരക്ഷോഭിർമഹാന്മേ ഗുണദർശന രാക്ഷസേന്ദ്രേണ സംവാദസ്തസ്മാ ഗ്രഹണം തുമാംബരേ. രാക്ഷസന്മാർ പിടിച്ചാലും എനിക്ക് രാവണനോട് സംസാരിക്കാൻ സന്ദർഭം ലഭിക്കും എന്നൊരു ഗുണമുണ്ട്. അതിനാൽ ശത്രുക്കൾ എന്നെ പിടിച്ചു കൊണ്ടുപോയിക്കൊള്ളട്ടെ. സ നിശ്ചിതാർത്ഥപരവീരഹന്ത സമീക്ഷ്യകാരി വിനിവൃത്തജ്യേഷ്ഠ പാരേപസഹ്യാഭിഗതേ നിർഗൃഹ്യ നനാദതസ്തേ പരി ബത്സ്യമാന. ശത്രുഹന്താവും കാര്യങ്ങൾ വേണ്ടവിധം ഗ്രഹിച്ചവനും ഭാവി കാര്യങ്ങൾ ഉള്ളിൽ ഉറച്ചവനുമായ ഹനുമാൻ ഇങ്ങനെ നിശ്ചയിച്ച ശേഷം അനങ്ങാതെ കിടന്നു. അടുത്തെത്തിയ ശത്രുക്കൾ അവനെ ബലമായി പിടിച്ച് ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഹനുമാനാകട്ടെ ദുർബലനെ പോലെ ശബ്ദിച്ചു. തതസ്ഥം രാക്ഷസ ദൃഷ്ട നിർവിജേഷ്ടമരിന്ദമം ഭവന്തു ശണവൽക്കൈശ്ച ധ്രുവധീരൈശ്ച സംഹദേഹി. ശത്രുഭീഷണനായ ഹനുമാൻ നിശ്ചേഷ്ടനായി കിടക്കുന്നത് കണ്ട് രാക്ഷസന്മാർ ബലമുള്ള ചണക്കയർ, കൂട്ടിപ്പിരിച്ച മരത്തോൾ എന്നിവയാൽ അവനെ വരിഞ്ഞുകെട്ടി. സരോജയാമാസ പരൈശ്ച ബന്ധം പ്രസഹ്യ വീരേ രവിനിഗ്രഹം ച കൗതൂഹലാൽ മാം യതി രാക്ഷസേന്ദ്രോ ദ്രഷ്ടം ഭവസ്യേധി നിശ്ചിതാർത്ഥ. രാവണൻ കൗതുകത്താൽ തന്നെ കാണാൻ വന്നേക്കുമെന്ന് നിശ്ചയിച്ച ഹനുമാൻ രാക്ഷസവീരന്മാർ തന്നെ ബന്ധിച്ചതും ഭീഷണിപ്പെടുത്തിയതുമെല്ലാം സന്തോഷത്തോടെ സഹിച്ചുകൊണ്ടിരുന്നു. സബദ്ധസ്തേന വൽക്കേന വിമുക്തോസ്ത്രേണ വൈര്യവാൻ അസ്ത്രബന്ധ സ്വജാന്യം ഹി നബന്ധമനുവർത്തതേ. കയറുകൊണ്ട് ബന്ധിതനായ ഹനുമാൻ ബ്രഹ്മാസ്ത്ര ബന്ധനത്തിൽ നിന്നും മുക്തനായി. മറ്റൊരു ബന്ധനം ഉണ്ടായാൽ പിന്നെ ബ്രഹ്മാസ്ത്ര ബന്ധനം താനെ അഴിഞ്ഞു പോകും എന്ന് സാരം. അതേന്ദ്രജിത്തോ ദ്രുമജീരബന്ധം വിചാര്യ വീര കവിസത്തമന്ദം വിമുക്തമസ്ത്രേണ ജഗാമചിന്താം അന്യേന ബദ്ധോ നിവർത്തതേസ്ത്രം. അഹോ മഹൽ കർമ്മകൃതം നിരർത്ഥകം നരാക്ഷസേർ മന്ത്രഗതിർവിനിഷ്ട്വാ പുനശ്ചനാസ്ത്രേ വിഹതേസ്ത്രമന്യത്
പ്രവർത്തതേ സംശയിതാസ്മ സർവേ. മരവുരി കൊണ്ട് ബന്ധിതനായ ഹനുമാൻ ബ്രഹ്മാസ്ത്രമുക്തനായി എന്ന വസ്തുതയറിഞ്ഞ ധീരനായ ഇന്ദ്രജിത്ത് ചിന്താധീനനായി മറ്റൊരു കയറിനാൽ കെട്ടപ്പെട്ടതോടെ ബ്രഹ്മാസ്ത്രബന്ധനം തനിയെ അഴിഞ്ഞുപോയി. എൻ്റെ മഹാപ്രയത്നം വിഫലമായി തീർന്നു. രാക്ഷസന്മാർ മന്ത്രശക്തി മനസ്സിലാക്കിയിട്ടില്ല. ബ്രഹ്മാസ്ത്രം വിഫലമായി പോയാൽ വേറെ ഒരു അസ്ത്രവും ഏൽക്കുന്നതല്ല. സർവർക്കും പ്രാണഭയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അസ്ത്രേണ ഹനുമാൻ മുക്തോ ആത്മാനമവബുദ്ധ്യത കൃഷ്യമാണസ്തു രക്ഷോഭീസ്തൈശ്ചബന്ധേ നിപീഡിത. താൻ ബ്രഹ്മാസ്ത്ര വിമുക്തനായി തീർന്നിരിക്കുന്നു എന്ന കാര്യം ഹനുമാൻ വെളിപ്പെടുത്തിയിട്ടില്ല. അതിനാൽ രാക്ഷസന്മാർ ഏൽപ്പിച്ച ബന്ധന പീഡനങ്ങളും വലിച്ചിഴക്കലിൻ്റെ വേദനയും അദ്ദേഹം സഹിച്ചു. അന്യമാനസ്തത ക്രൂരേ രാക്ഷസേ കാഷ്ടമുഷ്ടിഭിഃ സമീപം രാക്ഷസേന്ദ്രസ്യ പ്രാഗുഷ്യത സവാനര. ക്രൂരന്മാരായ രാക്ഷസന്മാർ വാനരനെ മുഷ്ടികൾ കൊണ്ടും മരത്തടികൾ കൊണ്ടും അടിച്ചു. പിന്നീട് അവർ അവനെ രാക്ഷസരാജ്യ സന്നിധിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അതേന്ദ്രജിത്തം പ്രസമീക്ഷ്യ മുക്തം അസ്ത്രേണ ബദ്ധം ദ്രുമചീരസൂത്രേ യദർശയത്തത്ര മഹാബലം തം ഹരിപ്രവീരം സഗണായ രാജ്ഞേ. മരത്തോൾ കയറുകൊണ്ട് കെട്ടിയതിനാൽ ബ്രഹ്മാസ്ത്രബന്ധനം വിമുക്തനാണ്. ബലശാലിയായ വാനരവീരൻ എന്ന് അറിഞ്ഞ ഇന്ദ്രജിത്ത് അവനെ പരിവാര സമേതനായ രാജാവിൻ്റെ തിരുമുമ്പിലേക്ക് കൊണ്ടുചെന്നു. തമ്മത്തമിവ മാതംഗം ബദ്ധം കവിവരോത്തമം രാക്ഷസേന്ദ്രായ രാവണായ നിവേദയൻ. മതയാനയെപ്പോലെ കെട്ടിവരിഞ്ഞ് മുറുക്കിക്കൊണ്ട് വരപ്പെട്ട കബീന്ദ്രനെ കണ്ട് രാക്ഷസന്മാർ രാക്ഷസ രാജാവായ രാവണനെ അറിയിച്ചു. കോയം ഗസ്യ കുതോ വാത്ര കിം കാര്യം ഗോവ്യപാശ്രയ ഇതി രാക്ഷസ വീരാണാം തത്വസംജജ്ഞിരേകഥാഃ. ആരാണിവൻ? ആരുടെ ആളാണ്? എവിടെ നിന്നാണ്? ഇവിടെ എന്താണ് കാര്യം? ആരാണിതിന് സഹായം? എന്നിങ്ങനെ രാക്ഷസ വീരന്മാർക്കിടയിൽ സംസാരമുണ്ടായി. അന്യതാം ദഹ്യതാം വാപി ഭക്ഷ്യതാം ഇതി ജാബരേ രാക്ഷസാസ്ത്ര സംക്രുദ്ധ പരസ്പരമധാഭുവൻ. ഇവനെ കൊല്ലണം, ചുട്ടുകളയണം, തിന്നണം എന്നെല്ലാം ക്രുദ്ധരായ വേറെ ചില രാക്ഷസന്മാർ തമ്മിൽ പറഞ്ഞു. അതീത്യമാർഗം സഹസാ മഹാത്മാ സതത്ര രക്ഷോദിവവാദമൂലേ ദദർശ രാജ്ഞപരിചാരവൃദ്ധാൻ ഗ്രഹം മഹാരത്ന വിഭൂഷിതം ജ. പെട്ടെന്ന് മാർഗം പിന്നിട്ട് അകത്തു കിടന്ന മഹാത്മാവായ ഹനുമാൻ രാവണന്റെ പാദശുശ്രൂഷ ചെയ്യാൻ കാത്തിരിക്കുന്ന വൃദ്ധരെയും വിശിഷ്ട രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട രാജധാനിയെയും കണ്ടു. സ ദദർശ മഹാതേജ രാവണ കവിസത്തമം രക്ഷോവികൃതാകാരേ കൃഷ്യമാണമിതസ്തത. വികൃതരൂപികളായ രാക്ഷസന്മാർ അങ്ങുമിങ്ങും വലിച്ചിഴച്ചു കൊണ്ടുവരുന്ന വാനരശ്രേഷ്ഠനെ അതിതേജസ്വിയായ രാവണൻ കണ്ടു. രാക്ഷസാധിപതിം ചാബീദർശ കവിസത്തമ തേജോബലസമായുക്തം തപന്തം ഇവ ഭാസ്കരം. ആദിത്യനെ പോലെ കാന്തിമാനും തേജോബല സമേതനുമായ രാക്ഷസാധിപനെ കവിശ്രേഷ്ഠനായ ഹനുമാനും കണ്ടു. സരോഷ സംവർത്തിത സമദൃഷ്ടേ ദശാനനസ്തം കവിമന്യവേക്ഷ്യ അതോപവിഷ്ടാൻ കുലശീലവൃദ്ധാൻ സമാധിശത്തം പ്രതിമന്ത്രി മുഖ്യാൻ. ക്രോധ താമ്രാക്ഷനായ ദശമുഖൻ വാനരനെ ഉറ്റുനോക്കി. പിന്നീട് സമീപസ്ഥരും കുലശീല ശ്രേഷ്ഠന്മാരുമായ മന്ത്രിമുഖ്യന്മാരോട് അവനെ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കാൻ ആജ്ഞാപിച്ചു. യഥാക്രമം തൈസകവിർവിപൃഷ്ട കാര്യാർത്ഥമർത്ഥസ്യ ജ മൂലമാദോ നിവേദയാമാസ ഹരീശ്വരസ്യ ദൂതസകാശാദഹമാഗതോസ്മി. അവർ അവനോട് വന്ന കാര്യവും അതിൻ്റെ കാരണവും പ്രയോജനവും എന്താണ് എന്ന് ചോദിച്ചു. വാനരരാജാവിൻ്റെ അടുത്ത് നിന്ന് വന്ന ദൂതനാണ് ഞാൻ എന്ന് ഹനുമാൻ ആദ്യമായി അറിയിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയ ആദികാവ്യേ സുന്ദരകാണ്ഡേ അഷ്ടചത്വാരിംശ സർഗ. 48ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.